മാർക്കറ്റ് അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഭയങ്കര കൺഫ്യൂഷൻസ് ആണ്. ഫോറക്സ് മാർക്കറ്റ് ലീഗലാണോ? ഫോറക്സ് ബ്രോക്കേഴ്സിൽ നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേഫ് ആണോ? എന്താണ് ഇവിടുത്തെ റിസ്ക്? എന്താണ് ഈ ബ്രോക്കറിനൊക്കെ സംഭവിക്കാനുള്ള സാധ്യത? അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറക്സ് മാർക്കറ്റ് ഇന്ത്യയിൽ ലീഗലാണോ, എന്താണ് അതിൻ്റെ ലീഗൽ വശങ്ങൾ എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്കറിയാമോ, സെറോദ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ വൺ, ICICI, HDFC സെക്യൂരിറ്റീസ് തുടങ്ങിയ സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിൽ നമുക്ക് ഫോറക്സ് ട്രേഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്? തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ അവിടെ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? നമുക്ക് എല്ലാ കറൻസി പെയേഴ്സിലും ഈ പറയുന്ന സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇന്ത്യ റുപ്പീസ് കോമ്പിനേഷൻസ് ആയിട്ട് വരുന്ന കറൻസി പെയേഴ്സിൽ ഈ പറയുന്ന എല്ലാ റെഗുലേറ്റഡ് ബ്രോക്കേഴ്സിലും നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ്? പ്രത്യേകിച്ച് USD INR, GBP INR, യൂറോ INR, അതുപോലെ തന്നെ JPY INR. ഇങ്ങനെ ഇന്ത്യൻ റുപ്പീസ് കോമ്പിനേഷൻസ് ആയിട്ട് വരുന്ന എല്ലാ കറൻസി പെയേഴ്സിലും ഈ പറയുന്ന സെറോദ, അപ്സ്റ്റോക്സ് പോലെയുള്ള അക്കൗണ്ടുകളിൽ, ബ്രോക്കർ ടെർമിനലുകളിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. എത്ര മണി തൊട്ട് എത്ര മണി വരെ? 9 മണി തൊട്ട് 5 മണി വരെ നമുക്ക് ഈ പറയുന്ന പേഴ്സിൽ, ഈ പറയുന്ന ബ്രോക്കേഴ്സിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല യൂറോ USD, GBP USD, JPY USDയും സാധിക്കും. പക്ഷേ ഈ പറയുന്ന ഇന്ത്യൻ റുപ്പീസ് അല്ലാത്ത ഈ കറൻസി, ഞാൻ ഈ പറഞ്ഞ 3 കറൻസി പേഴ്സ് കറൻലി ഈ പറയുന്ന ബ്രോക്കേഴ്സിലൊന്നും തന്നെ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാക്കി പല ബ്രോക്കേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഒരുപാട് ബ്രോക്കേഴ്സിൻ്റെ പേര് അറിയാം. നമ്മൾ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കേഴ്സ്. അപ്പോൾ എന്താണ് ഈ ബ്രോക്കേഴ്സിൻ്റെ പ്രത്യേകത? ഇത് റെഗുലേറ്റഡ് ആണോ? ഇത് ഇന്ത്യയിൽ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ പൈസ എങ്ങനെയായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുക? അത് പോവുമോ? അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കൺഫ്യൂഷൻസും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് സേഫായിട്ട് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതെന്തായാലും അറിഞ്ഞിരിക്കണം. ഫോറക്സ് മാർക്കറ്റിലേക്ക് എല്ലാവരും അട്രാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഫോറക്സ് മാർക്കറ്റിലുണ്ട് ആസ് കമ്പയർ ടു എന്താണ് ഇന്ത്യൻ മാർക്കറ്റ്. ഒന്നാമത്തെ കാര്യം ലിവറേജ് ആണ്. എന്താണ് ലിവറേജ്? 10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപയ്ക്ക് ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാം. നമ്മൾ ട്രേഡ് നല്ല സക്സസ് ആയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ റിസ്ക് ആവുന്നത് വെറും 10,000 രൂപ മാത്രമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ ഒന്നും ഇല്ലെങ്കിൽ 0 ക്യാപിറ്റൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിംഗ് ചെയ്യാം. കാരണം എന്താണ്? ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഏതെങ്കിലും ഒരു പ്രൊപ്പറേറ്ററി ഫേമോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയോ നിങ്ങൾക്ക് ഫണ്ട് ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത് ബ്രോക്കർ വഴി നമുക്ക് ഈ ഒരു അക്കൗണ്ട് നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ നമ്മൾ നല്ല ട്രേഡർ ആണെങ്കിൽ ആ പൈസ അല്ലെങ്കിൽ ആ ഫണ്ടഡ് അക്കൗണ്ട് എന്നാണ് അതിനെ പറയുന്നത്. ഈ ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾ നല്ല ട്രേഡറാണ്, നിങ്ങൾക്ക് ട്രേഡ് പുഷ് ചെയ്യാം. നിങ്ങൾക്കൊരു കമ്മീഷൻ മാത്രം ആ ഒരു ഫണ്ടഡ് അക്കൗണ്ടിന് വേണ്ടിയിട്ട് അവർക്ക് ആ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ പ്രൊപ്പറേറ്ററി ഫേമിന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് ലോസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവർ തന്നെ ആ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ക്ലോസ് ചെയ്ത്, ഫണ്ടഡ് അക്കൗണ്ട് അടിച്ചു പോകുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ക്ലോസ് ചെയ്ത് കളയും. അപ്പോൾ ലിവറേജ്, നമ്മുടെ ഒന്ന് ലിവറേജ് ഉണ്ട്, പൈസ ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാം. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ 24/7 ഓപ്പൺ ആണ്. നമുക്ക് വർക്ക് ഉണ്ടെങ്കിൽ വർക്കൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് വീട്ടിൽ പോയിരുന്നാലും ട്രേഡ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുന്നത് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺസ് ഇല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺസ്. ഫ്യൂച്ചേഴ്സിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺസ് വരെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്നും അടിക്കില്ല. സ്റ്റോപ്പ് ലോസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഒക്കെ വന്നെങ്കിൽ നമ്മൾ വെറുതെ വിളിച്ചിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്? ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺസ് ഇല്ല. ഇറ്റ്സ് പോസിറ്റീവ് തിങ്. അപ്പോൾ ലിവറേജ്, ഫണ്ടഡ് അക്കൗണ്ട്, 24/7 ഓപ്പൺ, അതുപോലെ തന്നെ എന്താണ് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺസ് ഇല്ല. മാനിപ്പുലേഷൻസ് കുറവാണ്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കയറുന്ന കളിക്കുന്ന പോലെ FASന്റെ ഒന്നും കളിക്കാൻ പറ്റത്തില്ല. കാരണം ഗ്ലോബലി എല്ലാ കൺട്രീസിലും ഇത് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ ഫേമിനോ അല്ലെങ്കിൽ പർട്ടിക്കുലർ വ്യക്തിക്കോ മാനിപ്പുലേറ്റ് ചെയ്ത് മാർക്കറ്റിനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാ കാറ്റഗറീസ് കൊണ്ട് തന്നെ ഫോറക്സ് മാർക്കറ്റ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സെഗ്മെൻറ്റാണ്. പക്ഷേ ഈ പോസിറ്റിവിറ്റി എല്ലാം പറയുമ്പോഴും ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഫെമയുടെ റൂൾ അനുസരിച്ച് ഇന്ത്യൻ കറൻസി ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് വേറൊരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. നമുക്കറിയാം. അതുകൊണ്ടാണ് INR, ഇന്ത്യൻ റുപ്പീസിലുള്ളത് മാത്രമാണ് നമുക്ക് ലീഗലി ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ബാക്കി ഇപ്പോൾ യൂറോ USD ആയിക്കോട്ടെ, അല്ലെങ്കിൽ GBP USD ആയിക്കോട്ടെ, എന്ത് USD കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ യൂറോ USD എന്ന് പറയുന്ന കറൻസി പെയറിൽ നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ റുപ്പി കൊണ്ട് പോയി ട്രേഡ് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ഈ ഇന്ത്യൻ റുപ്പി US ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് ആ പൈസ വെച്ചിട്ടാണ് നമ്മൾ ഈ ബ്രോക്കറിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രോക്കറിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പി ഇട്ട് കഴിഞ്ഞാൽ ഈ ബ്രോക്കർ തന്നെ ഇന്ത്യൻ റുപ്പി ഡോളറായിട്ട് ചേഞ്ച് ചെയ്ത് അതിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ
ഫെമയുടെ റൂൾ അനുസരിച്ച് എന്താണ്, ഇന്ത്യൻ റുപ്പി വേറെ കറൻസി ആയിട്ട് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ US പോയി, അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ റുപ്പി നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം നമ്മൾ അവിടെ ആവുമ്പോൾ നമുക്ക് $US കൊടുത്താലാണ് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ട്രേഡ് പർപ്പസിന് വേണ്ടിയിട്ട് ഇന്ത്യൻ റുപ്പി $US ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, ലീഗലായിട്ടുള്ളൊരു കാര്യമല്ല, ഇറ്റ്സ് ഇല്ലീഗൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇന്ത്യൻ റുപ്പി കറൻസി പെയർ ആയിട്ട് വരാത്ത കോമ്പിനേഷൻസിൽ, EUR/USD പോലുള്ള കോമ്പിനേഷൻസിൽ ട്രേഡ് ചെയ്യാനായിട്ട് നമുക്കിവിടെ പല ബ്രോക്കേഴ്സും അവൈലബിൾ ആണ്. ഇവരെയാണ് നമ്മൾ CFD ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ CFD മോഡലിൽ നമുക്ക് ട്രേഡ് പുഷ് ചെയ്യാൻ പറ്റുന്ന ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. ഫെമയുടെ ആ ഒരു ആക്ട് പ്രകാരം ഇത് ലീഗൽ അല്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പക്ഷേ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും RBIക്ക് ട്രേഡ് ചെയ്യും, പിന്നെ എന്തുകൊണ്ടാണ് റീറ്റെയിലേഴ്സായി നമ്മൾക്ക് പറ്റാത്തത് എന്നുള്ളത്. RBI പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഫോറിൻ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നത്. നേരെ മറിച്ച് എന്താണ്, അവർ ഇന്ത്യൻ എക്കണോമീനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RBI കൂടുതലായിട്ട് ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ സബ് കാറ്റഗറീസ് ഒക്കെ ഒരുപാടുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ RBI പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ല, ഇന്ത്യൻ എക്കണോമി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിന് ഇന്ത്യൻ റുപ്പി കോമ്പിനേഷൻസ് ആയിട്ട് വരാത്ത കറൻസി പേഴ്സിൽ ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ബ്രോക്കേഴ്സ് അവൈലബിൾ ആണ്. അവരെയാണ് നമ്മൾ CFD മോഡൽ വർക്ക് ചെയ്യുന്ന ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. അതായത് കോൺട്രാക്ട് ഫോർ ഡിഫറൻസ് മോഡൽ എന്നുള്ളതാണ് ഈ ഒരു ബ്രോക്കറിൻ്റെ പ്രത്യേകത. അതിന് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഡെറിവേറ്റീവ് മാർക്കറ്റ്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ഡെറിവേറ്റീവ് മാർക്കറ്റായിട്ട് ഈ ഒരു CFD മോഡലിനെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഡെറിവേറ്റീവ് മാർക്കറ്റും CFD മോഡൽ. ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഡെറിവേറ്റീവ് മാർക്കറ്റ് നമുക്കറിയാം, നമ്മൾ പർട്ടിക്കുലർ സ്റ്റോക്ക് ഒന്നും ബൈ ചെയ്യുന്നില്ല, നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒന്നും വരുന്നില്ല, ജസ്റ്റ് ബെറ്റിംഗ് തന്നെയാണ് അല്ലേ. കറൻസിയിൽ നമ്മൾ ബെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഡെറിവേറ്റീവ്സിൽ F&Oയിൽ നമ്മൾ ബെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഡെറിവേറ്റീവ്സിൽ ഒരു അണ്ടർലൈൻ അസറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബെറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നിഫ്റ്റി ഇൻഡെക്സ് ആണെങ്കിൽ സ്റ്റോക്ക് ആണെങ്കിലും അവിടെ ഒരു അണ്ടർലൈൻ അസറ്റ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു CFD മോഡലിൽ ഒരു അണ്ടർലൈൻ അസറ്റ് ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു അണ്ടർലൈൻ അസറ്റിൻ്റെ എന്താ പറയുക, അണ്ടർലൈൻ അസറ്റ് മുകളിലോട്ട് പോകുന്നതും താഴത്തേക്ക് വരുന്നതനുസരിച്ചാണ്, ആ ഒരു സപ്ലൈ ആൻഡ് ഡിമാൻഡ് അനുസരിച്ചാണ് ഇവിടെ മാർക്കറ്റിൽ മൂവ് ചെയ്യുന്നത് ഡെറിവേറ്റീവ്സിൽ. പക്ഷേ CFD മോഡലിൽ നമുക്കിവിടെ ഉള്ളി ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് എന്തോ എന്ന് മുകളിലോട്ടും താഴത്തോട്ടും പോകുന്ന രീതിയിലുള്ളൊരു അണ്ടർലൈൻ അസറ്റ് ഇല്ല. നമ്മൾ ഈ പറയുന്ന ട്രേഡേഴ്സ് തന്നെ അല്ലെങ്കിൽ ബൾക്ക് വോളിയം ട്രേഡ് ചെയ്യുന്ന ആളുകൾ തന്നെ അണ്ടർലൈൻ അസറ്റ് ഇല്ലാതെ പ്യുവർലി ടെക്നിക്കലി സപ്ലൈ ആൻഡ് ഡിമാൻഡ് വെച്ചിട്ട് മാത്രമാണ് ഇത് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പിന്നെ വീണ്ടും ഡെറിവേറ്റീവ് സെക്ഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഈ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് ആണ്. അതായത് നമ്മളെയും എക്സ്ചേഞ്ചിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ആണ് ബ്രോക്കേഴ്സ്. പക്ഷേ ഈ ഒരു CFD മോഡലിൽ എക്സ്ചേഞ്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ബ്രോക്കറാണ്. ഈ ബ്രോക്കേഴ്സാണ് ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും കൂട്ടി യോജിപ്പിച്ച് ഇവിടെ ട്രേഡ്സ് പുഷ് ചെയ്ത് ആ ഒരു വലിയ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ബ്രോക്കർ തന്നെയാണ് എക്സ്ചേഞ്ച്. ഇവിടെ പക്ഷേ എക്സ്ചേഞ്ച് വേറെ ഉണ്ട്, ബ്രോക്കർ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ CFD മോഡൽ അണ്ടർലൈൻ അസറ്റ് ഇല്ല, സപ്ലൈ ആൻഡ് ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ബ്രോക്കർ ഇൻ്റർമീഡിയറ്റ് അവിടെ ഇല്ല, എക്സ്ചേഞ്ചും ബ്രോക്കർ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ പറയുമ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഫെമയുടെ റൂൾ അനുസരിച്ച് നമുക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് ലീഗൽ അല്ല എന്നുള്ളത്. പിന്നെ എന്നിരുന്നാലും ഒരുപാട് പേര് ഫോറക്സ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, ഞാനും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് എപ്പോഴും വരുന്നവരെ നമ്മളെപ്പോഴും അഡ്വൈസ് ചെയ്യാറുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വളരെ മിനിമൽ ആയിട്ടുള്ള എമൗണ്ട് മാത്രം നിങ്ങൾ ഈ പറയുന്ന ഫോറക്സ് ബ്രോക്കേഴ്സിൽ ഇടാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് ഇന്ത്യയിൽ മാത്രമേ ലീഗൽ അല്ലാത്തുള്ളൂ. UAE, USD, UK, കാനഡ തുടങ്ങിയ എല്ലാ സ്ഥലത്തും ഗ്ലോബലി ഇത് വളരെ പ്രത്യേകിച്ച് ഒരു ഇഷ്യൂ ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഫോറക്സ് മാർക്കറ്റ് ഇന്ത്യയിൽ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോലെയുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ പൈസ കളയാതിരിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഈ സ്കാം ബ്രോക്കേഴ്സിലൊക്കെ ചെന്ന് നമ്മുടെ പൈസ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് എക്സ്ചേഞ്ച് ആയിട്ട് പ്രവർത്തിക്കുന്ന ബ്രോക്കർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റൂള് മെയിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യൻ റുപ്പി നമ്മൾ US ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് ആണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ റുപ്പി US ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, നമുക്ക് ഇന്ത്യൻ റുപ്പി ആയിട്ട് വരും. അല്ല നമുക്ക് ലോസസ് ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പി ഫുൾ എന്താ പറയുക, വേറെ കൺട്രീസ് നമ്മുടെ പൈസ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇങ്ങോട്ട് വരുന്നില്ല. ഈ ഫോറിൻ കറൻസി ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഇവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ പ്രിവെൻറ്റ് മണി ലോണ്ടറിങ്, അതുപോലെ തന്നെ വോളറ്റൈലിറ്റി റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റീസണൊക്കെ കൊണ്ടാണ് ഇന്ത്യയിൽ ഫോറക്സ് മാർക്കറ്റ് ലീഗൽ അല്ലാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ റുപ്പി മറ്റ് കറൻസിയിലേക്ക്
ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിവിടെ ഇല്ലീഗലാണ് എന്നുള്ളതാണ്. പക്ഷേ ബാക്കി എല്ലാ ബ്രോക്കേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. അതായത് ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്ത് തന്നെയാണ് അവർ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ചിലപ്പോൾ മേ ബി ഭാവിയിൽ ഇങ്ങനെയുള്ള ബ്രോക്കേഴ്സിന് ബാൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അതായത് ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഒരു പോസിബിലിറ്റി നിങ്ങൾക്കുള്ളത് ഫണ്ടഡ് അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഫണ്ടഡ് അക്കൗണ്ടിൽ നമ്മൾ പൈസ കൊണ്ട് ഇടുന്നില്ലല്ലോ, ഓൾറെഡി അവർ $US ഇട്ടാണ് തരുന്നത്. അപ്പോൾ അതിൽ ട്രേഡ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. അപ്പോൾ ഫണ്ടഡ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫണ്ടഡ് അക്കൗണ്ട് വേണം. ഫണ്ടഡ് അക്കൗണ്ട് എങ്ങനെ കിട്ടും എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ടീമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ താഴെ ഞാനൊരു ഗൂഗിൾ ഫോം ലിങ്ക് ഇട്ടേക്കാം. അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താലും ഫണ്ടഡ് അക്കൗണ്ട് എങ്ങനെ ലഭിക്കും എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് സാധിക്കും. പക്ഷേ ഫണ്ടഡ് അക്കൗണ്ട് കിട്ടിയിട്ട് കാര്യമില്ല. ഫണ്ടഡ് അക്കൗണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് എടുത്താൽ മാത്രമാണ് അത് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ലോസ് ആണ് മേക്ക് ചെയ്യുന്നതെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട് അടിച്ചു പോകും. അപ്പോൾ എങ്ങനെ പ്രോഫിറ്റബിൾ ആയിട്ട് അത് ചെയ്യാം എന്നുള്ള കാര്യവും നമ്മുടെ ടീമിലായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നാമത് സീറോ ക്യാപിറ്റൽ ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫോറക്സിൽ ട്രേഡ് ചെയ്യും. രണ്ടാമത്തെ കാര്യം ഞാനിപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ബ്രോക്കറിൽ ഇട്ട് നിങ്ങളുടെ ട്രേഡിങ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറയുന്നത് പ്രോഫിറ്റ് ഒക്കെ അപ്പം തന്നെ നിങ്ങൾ വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, പക്ഷേ ക്രിപ്റ്റോയിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന അൽപാരി എന്ന് പറയുന്ന ബ്രോക്കർ 25 years ആയിട്ട് ഇവിടെ ഉള്ളതാണ്. വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് അവരുടെ ഓഫീസൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറേ നാളായിട്ടുള്ള ബ്രോക്കർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഫണ്ടിന് എന്തെങ്കിലും ഇഷ്യൂ വരാണെങ്കിൽ തന്നെ നമുക്ക് ക്രിപ്റ്റോ കറൻസിയിൽ ഇവർ ആ ഫണ്ട് തിരിച്ച് തരും എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ ഒരുപാട് വേ ഒക്കെ ഉണ്ട്, പക്ഷെ അത് ഒരുപാട് എനിക്ക് ഓപ്പണായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ റിസ്ക് എടുക്കാൻ റെഡി ആണെങ്കിൽ ഈ ഫോറക്സ് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അല്ല നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോറക്സ് മാർക്കറ്റ് ഒഴിവാക്കാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ഒരു ലീഗാലിറ്റി എന്ന് പറയുന്ന കൈൻഡ് ഓഫ് പാർട്ടിൽ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കമൻറ്റിന് റിപ്ലൈ തരാം. അല്ല നമ്മുടെ ടീമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കളയുന്നില്ല. ഞാൻ ആദ്യം ഇങ്ങനെ ഫോറക്സ് മാർക്കറ്റ് ചെയ്യേണ്ട ലീഗലാണെന്നൊക്കെ പറഞ്ഞ് ഇരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നി ചെറിയൊരു ഫണ്ട് ഇട്ട് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഞാനൊക്കെ നമ്മളിപ്പോൾ ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഒരു $1000 ഇട്ടാണ് ഞാൻ ഇനീഷ്യലി ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു 80% പ്രോഫിറ്റ് ഞാൻ അതിൽ നിന്ന് മാറ്റി. ആ $1000 ബാക്കി എനിക്ക് റിസ്ക് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചാണ് ഞാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടീം, നമുക്ക് നല്ലൊരു ഫോറക്സ് ട്രേഡിംഗ് ടീം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ നമ്മൾ ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ബോണസ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് തീർച്ചയായും നിങ്ങൾ നമ്മുടെ ടീമായിട്ട് ബന്ധപ്പെടുക. ഈ ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക. അപ്പോൾ റിസ്ക് എടുക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഫോറക്സ് മാർക്കറ്റ് നല്ലൊരു അവസരം തന്നെയാണ് നൽകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇനി ലീഗലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.